എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ സ്പിരിറ്റ് ഓഫ് ശാസ്ത്രയുടെ 37ാമത് എപ്പിസോഡാണ്. ഈ ഒരു പ്രഭാതത്തിൽ മണ്ഡലകാല പ്രഭാതം നിങ്ങളെല്ലാവരും എന്നും അയ്യനെ കേൾക്കുവാൻ വേണ്ടി തയ്യാറെടുക്കുന്നതും അത് കേൾക്കുന്നതും അതിനനുസരിച്ച് ഞങ്ങളോട് സംവദിക്കുന്നതൊക്കെ വളരെ ഏറെ സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഇനിയും ഈ ഒരു വിജ്ഞാനപ്രദമായ സീരീസ് നമ്മൾക്ക് ഇതുപോലെ തന്നെ ചെയ്യുവാൻ, ഒരുപാട് ദേവതാ സങ്കല്പങ്ങളെ എടുത്ത് ഇതുപോലെ ചെയ്യുവാൻ സാധിക്കട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾ തരുന്ന എല്ലാ സപ്പോർട്ടും അതുപോലെ തന്നെ ഫീഡ്ബാക്സും ഒക്കെ നമ്മളെ ഒരുപാട് സഹായിക്കുന്നുണ്ട്. ഇനിയും ഇങ്ങനെയുള്ള പരിപാടികളുമായിട്ട് യതീഷ വരണമെന്ന് തന്നെയാണ് ഞങ്ങളുടെയൊക്കെ ആഗ്രഹം. അപ്പോൾ ഇന്നലെ നമ്മൾ ശബരീശൻ്റെ അല്ലെങ്കിൽ അയ്യനാരുടെ ചരിത്രവും അതുപോലെ തന്നെ ശബരിമല പ്രതിഷ്ഠയും അവിടെയുള്ള ആചാരങ്ങളും അതുപോലെ തന്നെ സ്ത്രീ പ്രവേശവുമായിട്ട് ബന്ധമുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ഒരുപാട് ചരിത്രത്തിൻ്റെ തലത്തിൽ നിന്ന് അവയൊക്കെ നമ്മൾ സമീപിച്ചു. നിങ്ങൾക്കൊക്കെ അത് ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുകയാണ്. പ്രത്യേകിച്ച് കേരളത്തിലെ സ്ത്രീ സമൂഹം ഒരു വിവേചനമാണ് ഞങ്ങളോട് കാണിക്കുന്നത് എന്ന തരത്തിൽ സംസാരിക്കുമ്പോഴും അതിൻ്റെ യഥാർത്ഥ ചിത്രം നൽകുവാൻ വേണ്ടിയിട്ട് സാധിച്ചു എന്നുള്ളത് വളരെയേറെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് ഇനി നമ്മൾ ശ്രദ്ധിക്കാൻ പോകുന്നത്, ഇന്നലെ നമ്മൾ അവസാന ഭാഗത്ത് പറഞ്ഞതുപോലെ തന്നെ അയ്യൻ്റെ ഓരോ പദാവലികളാണ്. അതിൽ ആദ്യത്തേത് ആര്യൻ എന്ന പദത്തെക്കുറിച്ചിട്ടാണ്. ഇന്നലെ നമ്മൾ പറയുകയുണ്ടായി തമിഴ് നിഘണ്ടുവിൽ, അതായത് വളരെ പഴയ ഒരു ചൂടാമണി എന്ന വളരെ പഴയ ഒരു തമിഴ് നിഘണ്ടുവിൽ ഉള്ള പരാമർശം നമ്മൾ എടുത്തു നോക്കി. അതിൽ ആര്യൻ അറത്തെ കാപ്പോൻ അരികര കുമാരനയ്യൻ എന്ന ഒരു പരാമർശം നമ്മൾ ശ്രദ്ധയിൽപ്പെടുകയും നമ്മളത് ഇന്നലെ ക്ലാസ്സിൽ പറയുകയും ചെയ്തു. അപ്പോൾ ആര്യൻ എന്ന പദം സത്യത്തെ സംരക്ഷിക്കുന്നവൻ, ഹരിഹരകുമാരനായ അയ്യൻ എന്നിങ്ങനെ രണ്ട് തരത്തിലുള്ള അർത്ഥമാണ് ആ ഒരു സെൻറ്റൻസിന് കൽപ്പിക്കുന്നത്. ഇപ്പോൾ വൈദിക സംസ്കാരം ശരിക്കും ആര്യമാണോ, ദ്രാവിഡമാണോ, സുരമാണോ, ആസുരീകതയുള്ളതാണോ? സുരൻ എന്ന് പറഞ്ഞാൽ ദൈവാംശമുള്ളതാണോ? കാരണം പൊതുവേ നമ്മൾ ഈ ഒരു 21-ാം നൂറ്റാണ്ടിലും നമ്മുടെ ഒരു കാഴ്ചപ്പാട് വൈദികമായത് മാത്രമാണ് സാത്വികമെന്നും താന്ത്രികമായത് ഒക്കെ ഈശ്വര ആരാധനയ്ക്ക് ഉള്ള കുറുക്കു വഴികൾ എന്നൊക്കെയാണ്. കാരണം ഒരുപാട് ഞങ്ങൾ ലളിതാ സഹസ്രനാമ ക്ലാസ് ലോഞ്ച് ചെയ്യാൻ പോവുകയാണല്ലോ. അപ്പം അതിലുള്ള സംശയങ്ങൾ തികച്ചും ഈ തരത്തിലുള്ളതാണ്. കാരണം താന്ത്രികം, ഞങ്ങളത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ലളിതാ സഹസ്രനാമം എന്നുള്ളത് ഒരു താന്ത്രിക വിദ്യയാണ് എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ക്ലാസ്സിൻ്റെ പ്രൊമോഷൻസൊക്കെ ഞങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് ധാരാളം പേര് തന്ത്രമായതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഞങ്ങൾക്ക് ഇതൊക്കെ ആ ഒരു രീതിയിൽ സമീപിക്കാൻ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവരോട് പറഞ്ഞത് ഇത് തന്നെയാണ്. കാരണം വൈദികമായ ആചരണങ്ങൾ മാത്രമല്ല ശരിക്കും, കാരണം ഭാരതത്തിൻ്റെ ഒരു പാരമ്പര്യം നമ്മൾ കണക്കിലെടുത്ത് നോക്കിയാൽ ആ സമ്പ്രദായങ്ങൾ തേച്ചും വൈദികം എന്നും താന്ത്രികം എന്നും പറഞ്ഞ് രണ്ട് വഴിയിൽ പോയിന്നേ ഉള്ളൂ, രണ്ട് പിരിവാണത്. അതിൽ നിന്ന് തന്നെ പിന്നെ ഉപവിഭാഗങ്ങളും ഒക്കെ ഉണ്ടായതായി നമുക്കറിയാം. അപ്പോൾ വൈദിക സംസ്കാരം ശരിക്കും ആര്യമാണോ, ദ്രാവിഡമാണോ എന്നൊക്കെയുള്ള സ്വാഭാവികമായ ചോദ്യമാണ്. അതുപോലെ തന്നെ വൈദിക സംസ്കാരമാണോ പിന്നെ ആര്യമായത് അല്ലെങ്കിൽ സുരമായത്, ദ്രാവിഡ സംസ്കാരം അസുരമായതാണോ എന്നൊക്കെയുള്ള ഒരു ചോദ്യമുണ്ട്. അപ്പോൾ അവിടെ ഇന്നലെ നമ്മൾ പരാമർശിക്കുകയുണ്ടായി, ശരിക്കും വൈവസ്വത മനുവിനെ ശരിക്കും ഭാഗവതം വിശേഷിപ്പിക്കുന്നത് ദ്രാവിഡേശ്വരൻ എന്നാണ്. അപ്പോൾ ദ്രാവിഡേശ്വരൻ എന്ന് പറയുമ്പോൾ തന്നെ അവിടെ ദ്രാവിഡ ശബ്ദം വന്നു. അത് ആരാണ് പറയുന്നത്? സാക്ഷാൽ അല്ല, ഏത് ഗ്രന്ഥമാണ് പറയുന്നത് എന്ന് ചോദിച്ചാൽ ഈ പറയുന്ന പോലെ ഭാഗവതമാണ് അത് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ മനുവിൽ നിന്നാണ് ശരിക്കും മുഴുവൻ ജനതതിയും ഉണ്ടായത് അല്ലെങ്കിൽ ഉടലെടുത്തു എന്നാണല്ലോ നമ്മുടെ ദർശനം. അപ്പോൾ അത് പ്രകാരം നോക്കുമ്പോൾ തന്നെ ആദ്യത്തെ പരാമർശം വൈവസ്വത മനുവിനെ കുറിച്ചിട്ടുള്ള പരാമർശം തന്നെ എന്താണ്? ദ്രാവിഡേശ്വരൻ എന്നാണ്. അപ്പോൾ ഭാഗവതത്തിൽ തന്നെ 8-ാം സർഗത്തിലുള്ളത് എന്താ? സത്യവ്രതോ അഞ്ജലിഗത സഹതോ യേന ഭാരത ഉദസ സർജ നദീതോയോ ശബരി ദ്രാവിഡേശ്വര. അതുപോലെ തന്നെ ഭാഗവതത്തിലെ 9-ാം സ്കന്ധത്തിലുള്ള പരാമർശം യോസൗ സത്യവ്രജോ നാമ രാജർഷി ദ്രാവിഡേശ്വര ജ്ഞാനം യോനീത കൽപ്പാന്തേ ലഭേ പുരുഷസേവയ. ഇത് 9-ാം സ്കന്ധത്തിലുള്ളതാണ്. അതായത് വൈവസ്വത മനുവിന് സത്യവ്രതൻ, ശ്രാദ്ധദേവൻ അതുപോലെ ഉള്ള പേരുകളും കൂടെയുണ്ട് ഭാഗവതത്തിൽ.
അതുപോലെ തന്നെ ദ്രാവിഡേശ്വരൻ എന്നുള്ള നാമകരണവും നമ്മൾ കാണാം. അപ്പോൾ അതിൻ്റെയൊക്കെ അർത്ഥം എന്താണ്? ചിരപുരാതന കാലങ്ങളിൽ തന്നെ ഈ ഒരു ആരാധനാ സമ്പ്രദായം നിലവിലുണ്ട് എന്നുള്ളതാണ്. വൈവസ്വത മനുവിന് പോലും ദ്രാവിഡേശ്വരനാണെങ്കിൽ ഭാരതത്തിലെ പൗരാണിക ജനതതി പൂർണ്ണമായും ദ്രാവിഡീയമാണെന്ന് തന്നെ നമുക്ക് വ്യക്തമാണ്, ഇല്ലേ? കാരണം അല്ലാതെ ആ ഒരു ശബ്ദം അവിടെ ഉണ്ടാവേണ്ട ഒരു കാര്യവും നമ്മൾ അന്വേഷിച്ച് കഴിഞ്ഞാൽ കണ്ടെത്താൻ വേണ്ടി സാധിക്കില്ല. അപ്പം അസുര ശബ്ദവും ദൈത്യ ശബ്ദവും ദ്രാവിഡം എന്നതിന് പര്യായം എന്നോണം ഉപയോഗിക്കാറുണ്ട് ശരിക്കും. രാമായണത്തിൽ തന്നെ ജഡായു ശ്രീരാമനോട് പറയുന്നത് നമ്മൾ ശ്രദ്ധിച്ചാൽ ആരണ്യകാണ്ഡത്തിൽ ദിതിസ്ത തനയസ്യ പുത്രാൻ ദൈത്യസ്താദ യശസ്വിനഃ തേഷാമിയം വസുമതി പുരാ ആസീത് സവനാർണവ. രാമായണം, അതായത് അല്ലയോ ശ്രീരാമ, കശ്യപന്റെ ഭാര്യയും ദക്ഷപുത്രിയുമായ ദിതി ദൈത്യർ എന്ന പേരോടുകൂടിയ യശസ്വികളായ പുത്രന്മാർക്ക് ജന്മം നൽകി. പൂർവകാലത്ത് വനവും സമുദ്രവും ഉൾപ്പെടെ മുഴുവൻ ഭൂമിയും അവരുടെ അധികാരത്തിലായിരുന്നു. ഇപ്പൊ ശരിക്കും ഭാരത ചരിത്രം പരിശോധിച്ച് നോക്കുമ്പോൾ സുരന്മാരും അസുരന്മാരും ശരിക്കും സരസ്വതി നദീതടത്തിൽ ഒരുമിച്ച് പാർത്തിരിക്കുവാനാണ് സാധ്യത. കാരണം അക്കാലത്ത് ദ്രാവിഡം, ആർഷം, സനാതനം എന്നിത്യാദി പേരുകളിലാവണം ശരിക്കും ഈ ഒരു ജനതതിയെ അറിയപ്പെട്ടിരുന്നത്. സംസ്കൃതം വളർച്ച പ്രാപിച്ചിരുന്നു എങ്കിലും ശരിക്കും ദേവനാഗരി ലിപി ആ സമയത്ത് രൂപം കൊണ്ടിട്ടുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ഉണ്ടായിട്ടില്ല. അപ്പൊ ആദ്യകാലത്ത് ബ്രാഹ്മിയും മധ്യകാലത്ത് ഗ്രന്ഥ, ശാരദ, അതുപോലെ തന്നെ സിദ്ധലിപികൾ, പിന്നെ വളരെ പിന്നീട് നമ്മൾ ഏകദേശം 8-ാം നൂറ്റാണ്ടിൽ ഒക്കെ ആകുമ്പോൾ, അല്ലെങ്കിൽ 8-ാം നൂറ്റാണ്ടിന് ശേഷം ദേവനാഗരിയും അങ്ങനെയാണ് സംസ്കൃതം എഴുതാൻ ഉപയോഗിക്കപ്പെട്ടിരുന്നത്. ദേവനാഗരിയൊക്കെ വളരെ മോഡേൺ ആയ ലിപിയാണ്. അതിനു മുമ്പേ പാലി ഒക്കെയാണ് നമ്മൾ ഉപയോഗിച്ച ലിപികൾ. അപ്പോൾ AD 8-ാം നൂറ്റാണ്ട് മുതൽ മാത്രമാണ് ശരിക്കും ദേവനാഗരി ലിപിയിലെ ശിലാലേഖങ്ങളൊക്കെ നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പം അതിൻ്റെ അർത്ഥം പ്രാചീനമായ ഭാരത സംസ്കാരം, സിന്ധു നദീതട സംസ്കാരത്തിലൊക്കെ ഈ പറയുന്ന ദ്രാവിഡേശ്വരന്മാരും അല്ലെങ്കിൽ സുരന്മാരും അസുരന്മാരും ഒക്കെ ഒരുമിച്ചിട്ട് തന്നെയാണ് താമസിക്കുവാൻ ഇടവന്നിട്ടുള്ളത്. കാരണം ചില സ്ഥലങ്ങളിൽ നമ്മൾ പരാമർശം കാണും. എങ്ങനെയാണെന്ന് പറഞ്ഞാൽ വൈദികമായ ആ ഒരു പിരിവില് ആദ്യത്തെ 3 വേദങ്ങൾ തികച്ചും വൈദികമായ സമ്പ്രദായം പിന്തുടർന്നപ്പോൾ 4ാമത് വേദമായ അഥർവം ശരിക്കും ആ വൈദികമായ തത്വങ്ങളെ ശരിക്കും എങ്ങനെയാണ് ദൈനംദിന ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ള ആപ്ലിക്കബിൾ തന്ത്രയായിരുന്നു ശരിക്കും അഥർവം. അതുകൊണ്ട് തന്നെ ഈ 4ാം വേദക്കാർ എന്നുള്ള ഒരു പരാമർശം ആ വൈദിക കാലഘട്ടത്തിൽ തന്നെ, കാരണം ആ ഒരു കാലഘട്ടത്തിൽ ശരിക്കും ഈ ഒരു 4ാം വേദക്കാർ അങ്ങനെയുള്ള ഒരു പരാമർശം തന്നെ നമുക്കറിയാലോ. നമ്മൾ ആധുനിക ചരിത്രത്തിൽ 4ാം വേദക്കാർ എന്ന് നമ്മൾ പറയുന്നത് ശരിക്കും നമ്മുടെ ഹിന്ദു മതം മാറി മറ്റു മതങ്ങൾ സ്വീകരിച്ച ആളുകളെ ആണെങ്കിൽ ശരിക്കും വൈദിക കാലഘട്ടത്തിൽ തന്നെയാണ് ഈ ഒരു കാഴ്ചപ്പാടുണ്ടായത്. 4ാം വേദം എന്ന് പറയുന്ന അഥർവത്തിലാണ് തന്ത്രം കൂടുതലും പ്രാവർത്തികമാക്കിയിട്ട് നമുക്ക് കാണുന്നത്. അത് ആപ്ലിക്കബിൾ സയൻസ് ആണ് ശരിക്കും, വേദങ്ങളുടെ ആപ്ലിക്കബിൾ സയൻസ് ആണ് ശരിക്കും ഈ 4ാം വേദം. അപ്പൊ അതുകൊണ്ട് തന്നെ അവരെ ഒരു തരം ദ്രാവിഡരായിട്ട് തന്നെയാണ് ആ കാലഘട്ടത്തിൽ തന്നെ. ദ്രാവിഡർ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ, കാരണം സരസ്വതി നദിയുടെ വരൾച്ചയോടെ ശരിക്കും സരസ്വതി നദീ തടത്തിൽ നിന്നും ഒരു വിഭാഗം ജനങ്ങൾ ഗംഗാതടത്തിലേക്ക് കുടിയേറി. കാരണം അങ്ങനെയാണ് ഈ ഒരു പോപ്പുലേഷൻ്റെ മൈഗ്രേഷൻ അല്ലെങ്കിൽ ഈ ഒരു കൾച്ചറൽ മൈഗ്രേഷൻ ഉണ്ടായത്. അങ്ങനെയാണ് ശരിക്കും നമ്മൾ പ്രാചീന ചരിത്രം, മാനവരാശിയുടെ ചരിത്രം എടുത്തു നോക്കുമ്പോൾ ശരിക്കും ഈ കൾച്ചറൽസ്, ഇപ്പം നമുക്കറിയാം ലോകം എല്ലാം എടുത്തു നോക്കിയാൽ ഇപ്പം മെസപ്പൊട്ടോമിയ, അതുപോലെ തന്നെ ബാബിലോണിയൻ സംസ്കാരങ്ങൾ, ഈജിപ്ഷ്യൻ സംസ്കാരങ്ങൾ, അങ്ങനെയുള്ള പുരാതനമായ സംസ്കാരങ്ങൾ ഒക്കെ നമ്മൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ നമ്മൾക്ക് മനസ്സിലാവുന്നത് ഇങ്ങനെയുള്ള പലായനങ്ങൾ പണ്ട് കാലത്ത് സാധാരണയായി. കാരണം പഴയ മനുഷ്യർ പ്രപഞ്ചവുമായിട്ട് അല്ലെങ്കിൽ പ്രകൃതിയുമായി വളരെ ഇണങ്ങി ജീവിച്ചിരുന്ന ഒരു ജീവിത രീതിയാണ് കൃഷി, അങ്ങനെയുള്ള കാര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ ജലലഭ്യതയോ അതുപോലെ തന്നെ പ്രകൃതി ദുരന്തങ്ങളോ ഒക്കെ ഉണ്ടാവുമ്പോൾ ഇവരുടെ പലായനം നടക്കാറുണ്ട്. അപ്പോൾ അതുപോലെ സരസ്വതി നദിയുടെ വരൾച്ചയോടെ സരസ്വതി നദീതടത്തിൽ നിന്നും ശരിക്കും ഒരു വിഭാഗം ജനങ്ങൾ ഗംഗാതടത്തിലേക്ക് കുടിയേറി. ഇപ്പോൾ സരസ്വതി നദീതടത്തിൽ നിന്നും ലോകത്തിൻ്റെ പല ഭാഗത്തേക്കുണ്ടായ കുടിയേറ്റത്തിൽ ചില വിഭാഗങ്ങൾ അസീറിയയിലേക്ക് പോയി,
അങ്ങനെ ചിലർ ദക്ഷിണ ഭാരതത്തിലേക്ക് പോയി, ചിലർ സരസ്വതി നദീതട പ്രദേശങ്ങൾക്ക് സമീപം തന്നെ വസിച്ചു. പിൽക്കാലത്ത് ഗംഗാതടത്തിലേക്ക് കുടിയേറിയവർ സുരന്മാരും ദക്ഷിണേന്ത്യയിലേക്ക് അസീറിയയിലേക്ക് കുടിയേറിയവരൊക്കെ അസുരന്മാരുമായി അറിയപ്പെട്ടു. അങ്ങനെ ദേവനാഗിരി സുരന്മാരുടെ അല്ലെങ്കിൽ ഈ പറയുന്ന ഗംഗാതടത്തിലേക്ക് കുടിയേറിയ ആ ഒരു ജനവിഭാഗത്തിൻ്റെ, സുരന്മാരെന്ന് പറയുന്നത് തന്നെ എന്തർത്ഥത്തിലാണെന്ന് പറഞ്ഞാൽ സുരയെ, സോമരസത്തെ പവിത്രമായി കരുതിയവരുടെ എന്നുള്ള സംഭാവനയാണ് നമ്മളെ ഈ ദേവനാഗരി ലിപി. എന്നാൽ യോഗയും തന്ത്രയും ശരിക്കും ഈ പറയുന്ന ദക്ഷിണ ഭാഗത്തുള്ള ആളുകളുടെ സംഭാവനയാണ്. അസുരന്മാരെന്ന് നമ്മൾ വിളിക്കുന്ന അല്ലെങ്കിൽ ആ പരാമർശമുള്ള ആളുകളുടെ സംഭാവനയും. അപ്പോൾ നമ്മുടെ ധർമ്മത്തിൻ്റെ ചരിത്രം എടുത്ത് നോക്കുന്ന സമയത്ത് നമ്മൾക്ക് മനസ്സിലാവുന്നത് ആ വൈദിക കാലഘട്ടം മുതൽ തന്നെ, പ്രാചീന ഭാരതത്തിലെ കാലഘട്ടത്തിൽ തന്നെ ഈ ഒരു തരംതിരിവല്ല ശരിക്കും, അത് ഈ പറയുന്ന പോലെ ജനതതികൾ തമ്മിൽ. കാരണം ആദ്യമൊക്കെ നമ്മൾക്ക് അറിയാലോ, ഗോത്ര സമൂഹമായിട്ടാണ് പല സംസ്കാരങ്ങളും നിലനിന്നിരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ സരസ്വതി നദീ തടമായിരുന്നു നമ്മുടെയൊക്കെ സംസ്കാരത്തിൻ്റെ കളിത്തൊട്ടിലെങ്കിലും ആ ഒരു നദിയുടെ ഉറവ നമ്മൾക്കൊക്കെ അറിയുന്നതാണല്ലോ ചരിത്രം. ആ നദി ഇന്ന് ഭൂമുഖത്ത് തന്നെ അപ്രത്യക്ഷമായ കാര്യമൊക്കെ നമുക്കറിയാം. അപ്പോൾ ആ ഒരു വരൾച്ച അല്ലെങ്കിൽ ആ ഒരു സ്ഥിതിവിശേഷം ഉണ്ടായ സമയത്ത് ശരിക്കും ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്കും ജനതതി സഞ്ചരിക്കുകയുണ്ടായി. അപ്പം അസുര ബുദ്ധിയുടെ അല്ലെങ്കിൽ സാമാന്യ ജനങ്ങളുടെ അസുരമേധ എന്ന് പറഞ്ഞാൽ അസുരന്മാർ ശരിക്കും സാമാന്യ ജനങ്ങളുടെ ഭാഷയ്ക്കാണ് എല്ലാ കാലത്തും പ്രാധാന്യം നൽകിയത്. അത് അസുരന്മാരെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ദ്രാവിഡ വിഭാഗത്തിനെയാണ് അന്നത്തെ കാലത്ത് അങ്ങനെ ഒരു റെഫറൻസ് ഉണ്ടായത്. അപ്പോൾ ആ വിഭാഗം ശരിക്കും സാധാരണ, അതാണ് ഞാൻ പറഞ്ഞത്, ദൈനംദിന ജീവിതത്തിൽ ആപ്ലിക്കബിൾ ആയ സയൻസ് ഒക്കെ ഡെവലപ്പ് ചെയ്തത് ഈ ഒരു ആൾക്കാരാണ്. അതുകൊണ്ടാണ് യോഗയും തന്ത്രയൊക്കെ നിലവിൽ വന്നത്. തന്ത്രം പ്രധാനമായിട്ട് എന്താണ്, എങ്ങനെയാണ് ഈ പറയുന്ന വൈദികമായ തത്വങ്ങൾ അവനവൻ്റെ ദൈനംദിന ജീവിതത്തിൽ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് ശരിക്കും. അങ്ങനെ അപ്ലൈ ചെയ്ത് ലിബറേഷനിലേക്ക് മാനവരെ അല്ലെങ്കിൽ മാനവ കുലത്തെ നയിക്കുക. തന്ത്രം എന്ന് പറഞ്ഞാൽ ശരിക്കും ലിബറേഷനാണ്, ഫ്രീഡമാണ്, ശരിക്കും സ്വാതന്ത്ര്യമാണ് ശരിക്കും തന്ത്രം. അപ്പോൾ അങ്ങനെ സാമാന്യ ജനങ്ങളുടെ ഭാഷയ്ക്കാണ് ശരിക്കും എല്ലാ കാലത്തും പ്രാധാന്യം നൽകിയത്. സുരന്മാരാകട്ടെ പുരോഹിത വർഗത്തിൻ്റെ ഭാഷയ്ക്കും. ഇതാണ് വ്യത്യാസം. ദേവനാഗരി അല്ലെങ്കിൽ വൈദികമായ ഭാഷ പുരോഹിത വർഗത്തിൻ്റെതായി പ്രചരിച്ച സമയത്ത് സാമാന്യ ജനത്തിൻ്റെ ഭാഷയായിട്ട് അസുര ഭാഷകൾ ഒരുപാട് പ്രചാരത്തിൽ വന്നു. അപ്പോൾ വൈദിക സംസ്കാരം സുരന്മാരുടെയോ അസുരന്മാരുടെയോ ഒന്നും കുത്തകയല്ല. ശരിക്കും വൈദിക സംസ്കാരം ഇവർ രണ്ട് കൂട്ടുകാരുടെയും പൊതു സ്വത്താണ്. കാരണം ദേവനാഗരിക്ക് അല്ലെങ്കിൽ ദേവനാഗരി ലിപിക്ക് പ്രത്യേക പ്രാമുഖ്യം വൈദിക ഗ്രന്ഥങ്ങളെ കൂടുതൽ സുരസംസ്കാരം പ്രതിഫലിപ്പിക്കുന്നതിനായി മാറ്റിത്തീർത്തു എന്ന് മാത്രം. അതുകൊണ്ടാണ് വേദത്തിന് ഇത്ര പ്രചാരം ലഭിച്ചത്. വൈദിക സംസ്കാരം ശരിക്കും സരസ്വതി നദീതട സംസ്കാരം തന്നെയാണ്. സുരന്മാരും അസുരന്മാരും ദ്രാവിഡേശ്വരന്മാർ തന്നെയാണ്. അതായത് ഇവർ രണ്ട് ആൾക്കാരും ദ്രാവിഡേശ്വരന്മാരെന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠ ജനങ്ങളുമാണ്. അങ്ങനെയുള്ള പരാമർശമാണ് അതിൽ. അതുകൊണ്ടാണ് ഭാഗവതത്തിൽ അങ്ങനെ തന്നെ വൈവസ്വത മനുവിനെ അങ്ങനെ തന്നെ അഭിസംബോധന ചെയ്തത്. അപ്പം ഈ ദ്രാവിഡ ജനതതിയിൽ ഒരു വിഭാഗമാണ് ശരിക്കും പിൽക്കാലത്ത് ആര്യന്മാർ എന്ന് വിളിക്കപ്പെട്ടത്. അങ്ങനെയാണ് നമ്മൾക്ക് കണ്ടെത്തുവാൻ സാധിച്ചത്. അത് എന്തുകൊണ്ട് അങ്ങനെ വിളിച്ചു? കാരണം സാമാന്യ ജനങ്ങളുടെ ഭാഷ ഉപയോഗിച്ചിരുന്ന ആചാര്യന്മാരാണ് ദ്രാവിഡേശ്വരന്മാർ. സംസ്കൃത ഭാഷയും ദേവനാഗരിയും ഉപയോഗിച്ചവർ സ്വയം ആര്യന്മാരെന്ന് അവകാശപ്പെട്ടു. എങ്കിൽ കൂടി അവർക്ക് മാത്രം അവകാശപ്പെട്ടതല്ല ആര്യപദം. കാരണം അസുരന്മാരും ആ പദം ഉപയോഗിക്കാറുണ്ട്. ഇറാൻ തുടങ്ങിയ ഭാഗങ്ങളിൽ, ഇറാൻ പോലെയുള്ള അന്ന് കുടിയേറ്റം, ഞാൻ ഈ പറഞ്ഞ അസിറിയയിലും ഇറാനിലേക്ക് കുടിയേറിയ ആൾക്കാരും ദക്ഷിണേന്ത്യയിലെ ദ്രാവിഡരും ശരിക്കും എന്താണ് ഈ പറയുന്ന ഈ അസുരഗണത്തിൽ പെടുന്ന ആളുകളാണ്. അവരും ഏത് പദം ഉപയോഗിക്കാറുണ്ട്? ആര്യൻ എന്ന പദം ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ആര്യൻ എന്ന പദത്തിൻ്റെ വിപരീതമല്ല ശരിക്കും ദ്രാവിഡൻ എന്ന പദം. മറിച്ച് ആ പദങ്ങൾ അവർ ഉപയോഗിക്കുന്ന ഭാഷയെയും ലിപിയെയും സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അന്ന് ആ ഒരു കാറ്റഗറൈസേഷൻ ഉണ്ടായത് എന്നതാണ് വാസ്തവം. അപ്പോൾ ദേവനാഗരി ലിപി പിൽക്കാലത്താണ് ശരിക്കും രൂപപ്പെട്ടത്. ആ ഒരു പ്രാചീന കാലത്ത് ശരിക്കും ദ്രാവിഡം ഒരു സമ്പ്രദായമാണ് ശരിക്കും. അപ്പോൾ കൂടുതൽ പ്രാചീനതമം ഏതാണെന്ന് ചോദിച്ചാൽ അത് ദ്രാവിഡം തന്നെയാണ്. കാരണം ദേവനാഗരി വരുന്നത് ഞാൻ ഈ പറഞ്ഞ പോലെ വളരെ പിൽക്കാലത്താണ് ദേവനാഗരി ലിപി ഉണ്ടാവുന്നത് തന്നെ.
ഇപ്പോൾ വൈദ്യത്തിൻ്റെ കാര്യം എടുത്തു നോക്കിയാൽ തന്നെ ആയുർവേദത്തിനേക്കാളും പ്രാചീനമായ ചികിത്സാ സമ്പ്രദായം ഭാരതത്തിൻ്റെതായിട്ട് ഉണ്ടായിരുന്നത് സിദ്ധവൈദ്യ പാരമ്പര്യമാണ്. അത് ദ്രാവിഡ സമൂഹത്തിൻ്റെ കയ്യിലാണ്. ശൈവ പാരമ്പര്യം നമ്മൾക്കറിയാലോ. ഭോഗസിദ്ധരൊക്കെ നമ്മളിപ്പോൾ ആ സൂര്യയുടെ പടം 6ാം ഇന്ദ്രിയം എന്നാണ് എൻ്റെ ഓർമ്മ. ആ ഒരു സിനിമയിലൊക്കെ നമ്മൾ കണ്ടു. ചൈന പോലുള്ള രാജ്യങ്ങളിൽ ഈ പറയുന്ന ചികിത്സാ സമ്പ്രദായങ്ങളൊക്കെ പ്രചരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആയോധന കല, ഇതൊക്കെ ഈ പറയുന്ന ദ്രാവിഡ സമൂഹം കൈകാര്യം ചെയ്തതാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. കാരണം ദ്രാവിഡം എന്ന ഒരു കൺസെപ്റ്റ് തന്നെ ശരിക്കും പ്രാക്ടിക്കബിലിറ്റിയും ആപ്ലിക്കേഷനുമാണ്. ശരിക്കും വൈദികം എന്നുള്ളത് ഈ പറയുന്ന പോലെ പ്രപഞ്ച തത്വങ്ങളെ അടിസ്ഥാനത്തിലുള്ള ഒരു ജീവിത രീതിയും ആ തത്വങ്ങളെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടുള്ള ജീവിത രീതിയാണ് ദ്രാവിഡ സമൂഹത്തിൽ ഉണ്ടായി കാണുന്നത്. അപ്പോൾ സിന്ധു നദീ തട സംസ്കാരം ശരിക്കും ദ്രാവിഡവും ഭാഷ സംസ്കൃതവും ലിപി ബ്രാഹ്മിയും അതാണ് ഈ ദേവനാഗരിയുടെ മുൻഗാമി. ഇപ്പോൾ സിന്ധു നദീ തട ലിപി ആദ്യകാലത്ത് ചിത്രലിപിയും പിൽക്കാലത്ത് ശബ്ദലിപിയും ആയിരുന്നിരിക്കണം. കാരണം നമ്മൾക്കറിയാലോ, മോഹൻജോദാരോ ഹരപ്പ സിവിലൈസേഷൻസിൽ എക്സ്കവേഷൻസ് നമ്മൾ കണ്ടെത്തിയ സമയത്ത് അവിടെ ലിപികളെല്ലാം ഉണ്ടായിരുന്നത് ചിത്രരൂപത്തിലുള്ള ലിപികളാണ്. ചിത്രലിപി നമ്മൾ ഹീറോഗ്ലിഫിക്സ് എന്നൊക്കെ വിളിക്കുന്ന പോലെ. അപ്പോൾ അത് പിൽക്കാലത്താണ് ശബ്ദലിപിയായിട്ട് മാറിയത്. അപ്പോൾ ആ ആശയങ്ങൾ ശരിക്കും വൈദിക ഗ്രന്ഥങ്ങളിലൊക്കെ പ്രതിപാദ്യങ്ങളും ആയി സാമ്യമുള്ളതുമാണ് ഈ പറയുന്ന പിൽക്കാലത്ത് ഉണ്ടായ ശബ്ദലിപികൾ. അപ്പോൾ പറഞ്ഞു വന്നത് ആര്യ ശബ്ദം എന്നുള്ള കാര്യമാണ് നമ്മളിപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ തുടക്കം മുതൽ പരിശോധിക്കുന്നത്. അപ്പോൾ ഈ പദത്തിന് ശരിക്കും 2 അർത്ഥ പ്രയോഗങ്ങളുണ്ട്. ശരിക്കും ആര്യൻ എന്ന് പറഞ്ഞാൽ, ഒന്ന് സംസ്കൃതവും ദേവനാഗരിയും ഉപയോഗിക്കുന്ന വേദ സംരക്ഷകനും അതുപോലെ തന്നെ സുരസംസ്കൃതിയുടെ സംരക്ഷകനുമായ വൈദിക പുരോഹിതൻ അഥവാ ബ്രാഹ്മണൻ. ചുരുക്കി പറഞ്ഞാൽ ഗംഗാതടത്തിലേക്ക് കുടിയേറിയ വൈദിക സംസ്കാരം നൽകുന്ന ഒരു നിർവചനമാണ് ആര്യൻ എന്ന പദത്തിന്. ആ ഒരു ജനതതി അല്ലെങ്കിൽ ജനസമൂഹം നൽകുന്ന നിർവചനം എന്താണെന്ന് പറഞ്ഞാൽ, സംസ്കൃതവും ദേവനാഗരിയും ഉപയോഗിക്കുന്ന വേദ സംരക്ഷകരും സുരസംസ്കൃതിയുടെ സംരക്ഷകനുമായ വൈദിക പുരോഹിതൻ അല്ലെങ്കിൽ ബ്രാഹ്മണൻ, ഇവരെയാണ് ശരിക്കും ആര്യൻ എന്ന് ഗംഗാതടത്തിലേക്ക് ചേക്കേറിയ വിഭാഗം, നമ്മൾ സുരന്മാരെന്ന് വിളിക്കുന്ന വിഭാഗം കൊടുക്കുന്ന ഒരു അർത്ഥതലമാണ്. രണ്ടാമത്തെ ഒരു അർത്ഥതലം സത്യത്തെ, അതായത് ഈശ്വരനെ അല്ലെങ്കിൽ ആത്മീയതയെ കാത്തുരക്ഷിക്കുന്നവൻ, ആത്മജ്ഞാനത്തിൻ്റെ സംരക്ഷകൻ. ഇതാണ് ദ്രാവിഡ സംസ്കാരം നൽകുന്ന ആര്യൻ എന്ന പദത്തിൻ്റെ നിർവചനം. കാരണം ഞാൻ ഈ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിൽ ഈ കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ടാവും. ഇതെന്താണ് ദ്രാവിഡരും ആര്യൻ എന്ന് പറയുന്നു, നോർത്ത് ഇന്ത്യയിലുള്ള ആൾക്കാരും ആര്യൻ, ഇതെന്താണെന്ന് പറഞ്ഞാൽ ഈ ആര്യപദം 2 കൂട്ടരും ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ 2 കൂട്ടരുടെയും നിർവചനത്തിൽ വ്യത്യാസമുണ്ട്. ഞാൻ ഈ പറയുന്ന വൈദിക സംസ്കൃതി, ഗംഗാതടത്തിലുള്ള സംസ്കൃതി, ഗംഗാതടത്തിൽ നിന്ന് ഉത്ഭവം അല്ലെങ്കിൽ അവിടെ ചേക്കേറി പുഷ്ടിപ്പെട്ട സംസ്കൃതിയുടെ ആ ജനതതി ഉപയോഗിച്ച നിർവചനം സംസ്കൃതവും ദേവനാഗരി ലിപിയും അല്ലെങ്കിൽ വേദഭാഷയും ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ സംരക്ഷിക്കുന്ന സുരസംസ്കൃതിയുടെ സംരക്ഷകരായ വൈദിക പുരോഹിതരെ അല്ലെങ്കിൽ ബ്രാഹ്മണരെ ആര്യൻ എന്ന് വിളിക്കാറുണ്ട്. ആ പറയുന്ന സംസ്കാര ജനസമൂഹം. തിരിച്ച് ദ്രാവിഡ സമൂഹം പറയുന്നത് സത്യത്തെ, അതായത് ഈശ്വരനെ അല്ലെങ്കിൽ ആത്മീയതയെ കാത്തുരക്ഷിക്കുന്നവനെ, ആത്മജ്ഞാനത്തിൻ്റെ സംരക്ഷകനായ വ്യക്തിത്വത്തെയാണ് ഇവിടെ ദ്രാവിഡ വിഭാഗം ആര്യൻ എന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് രണ്ടും നമുക്ക് വളരെയേറെ ഉപയോഗപ്പെടുന്നതാണ്. എന്തുകൊണ്ടാണ്? കാരണം ഒരുപാട് കൺഫ്യൂഷൻസ് മാറും നമ്മളെ. അപ്പോൾ ദക്ഷിണേന്ത്യയിൽ ശരിക്കും നമുക്കിപ്പോൾ തന്നെ അറിയാം, ദൈവത്തിൻ്റെ കോലങ്ങളുണ്ടല്ലോ, ദൈവകോലങ്ങളൊക്കെ തന്നെ വിളിക്കുന്നത് അല്ലെങ്കിൽ അറിയപ്പെടുന്നത് സത്യം എന്ന പേരിൽ തന്നെയാണ്. സത്യം എന്ന ഒരു വിളിപ്പേരുണ്ട്. അപ്പോൾ സാമാന്യ ജനതതിയുടെ ഭാഷയിൽ എല്ലാ കാലത്തും ആത്മജ്ഞാനം പ്രചരിപ്പിക്കുവാൻ ശ്രമിച്ച തന്ത്രത്തിൻ്റെയും യോഗത്തിൻ്റെയും അല്ലെങ്കിൽ ഇവ രണ്ടിനെയും സൃഷ്ടിച്ച ദ്രാവിഡൻ്റെ ഭാഷയിൽ ആര്യൻ അറത്തെ കാപ്പോൻ, അതാണ് നമ്മൾ ആ പഴയ തമിഴ് നിഘണ്ടുവിൽ ഇന്ന് നമ്മൾ എപ്പിസോഡ് തുടങ്ങുമ്പോൾ പറഞ്ഞ ആ വാചകം, ആര്യൻ അറത്തെ കാപ്പോൻ. ആര്യൻ എന്ന് പറഞ്ഞാൽ സത്യത്തെ സംരക്ഷിക്കുന്നവനാണ് എന്നായിത്തീരുന്നത്. അതുകൊണ്ടാണ് ആത്മജ്ഞാനത്തിൻ്റെ അല്ലെങ്കിൽ യോഗപദത്തിൻ്റെ സംരക്ഷകനാണ് അയ്യൻ എന്ന അർത്ഥം. അവിടെയാണ് അയ്യപ്പൻ ആര്യനാകുന്നത്. ശൗര്യമലക്കാവ്, ആര്യമലക്കാവ് എന്നൊക്കെ ശബരിമലയ്ക്ക് പൂർവികമായ നാമം വരുന്നത് ഈ ആര്യപദം ഇതുപോലെ
ഈ രണ്ട് സംസ്കാരങ്ങളിൽ നിൽക്കുന്നത് കൊണ്ടായിരുന്നു, അല്ലെങ്കിൽ എത്തപ്പെട്ടത് കൊണ്ടായിരുന്നു. എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. കാരണം ഇത് വളരെ സൂക്ഷ്മം നമ്മൾ പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതുപോലെ തന്നെ. കാരണം ആര്യൻ എന്ന പദം എപ്പോഴും വളരെ മിസ്യൂസ് ചെയ്യപ്പെട്ട ഒരു പദമാണ്. ഇത് സ്പെഷ്യലി മാക്സ് മുള്ളർ പോലെയുള്ള ആളുകൾ ഭാരതത്തിൻ്റെ ചരിത്രം എഴുതുന്ന സമയത്ത് അവരുടേതായ വീക്ഷണകോണിൽ ഈ ആര്യന്മാരെന്ന് പറയുന്നത് ഈ പറയുന്ന യൂറോപ്യൻ നാടുകളിൽ നിന്ന് അന്നത്തെ കാലഘട്ടത്തിൽ ഭാരതത്തിലേക്ക് കുടിയേറിയ ആൾക്കാരാണ് എന്നൊക്കെയാണ് അവരെഴുതി വെച്ചിട്ടുള്ളത്. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ സഹജമായ വാസന വെച്ചിട്ട് നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ നമ്മുടെ ഈ പറയുന്ന ചരിത്രങ്ങളിലൊക്കെ ഈ ശബ്ദം കാണുന്നുണ്ട്. ഇത് എവിടുന്ന് വന്നു? കാരണം ഞാൻ ഇന്നലത്തെ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട്, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ചരിത്രം ലഭ്യമായ തെളിവുകളുടെ ഒക്കെ അടിസ്ഥാനത്തിൽ പരിശോധിക്കുന്ന സമയത്ത് നമ്മൾക്ക് മനസ്സിലായിട്ടുണ്ട് വളരെ കൃത്യമായിട്ട്. കാരണം മെസൊപ്പൊട്ടോമിയൻ സംസ്കാരത്തെയും ബാബിലോണിയൻ സംസ്കാരത്തെയും ഒക്കെ കടത്തി വെട്ടുന്ന അല്ലെങ്കിൽ അതിപ്രാചീനമായ സംസ്കാരം, ഏകദേശം 8,000-ഓളം വർഷം പഴക്കം ഇന്ന് ലഭ്യമായ തെളിവുകളുടെ ഈ പറയുന്ന പോലെ എക്സ്കവേഷൻസിൻ്റെ ഒക്കെ സഹായത്തിൽ സയൻസിൻ്റെ ഡേറ്റിംഗ് സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മുടെ തന്നെ IIT ഖരഗ്പൂറും ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയൊക്കെ കണ്ടെത്തിയതാണ് ഇത്രയും പഴക്കം. അപ്പോൾ അത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടതാണ്. അപ്പം അതിപുരാതനമായ പ്രാചീനമായ സംസ്കാരത്തിൽ പോലും ഞാൻ ഈ പറഞ്ഞ പോലെ പശുപതി ശിവന്റെ ചിത്രം മുദ്രണം ചെയ്തിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന പ്രാകൃതരായി ജീവിച്ച ആൾക്കാരാണെന്നും നമ്മളെ ഉദ്ധരിക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന യൂറോപ്പിൽ നിന്ന് ഒരുപാട് ആളുകൾ വന്നിട്ട് അവർ ഉദ്ധരിച്ചതാണ് എന്നൊക്കെയാണ് നമ്മളെ പഠിപ്പിച്ചത്. ഞാനടക്കം പഠിച്ച ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലൊക്കെ ഞങ്ങളെ അഭ്യസിപ്പിച്ചതും പറഞ്ഞ് വിശ്വസിപ്പിച്ചതും അങ്ങനെ തന്നെയാണ്. കാരണം ഭാരതത്തിലെ വിദ്യാഭ്യാസം ഇത്ര നല്ല രീതിയിൽ ആംഗലേയ വിദ്യാഭ്യാസവും പുരോഗതിയും ഒക്കെ കൊണ്ടുവന്നത് ഈ പറയുന്ന ബ്രിട്ടീഷ് ഭരണവ്യവസ്ഥയിലാണ്, അല്ലെങ്കിൽ ക്രിസ്ത്യൻ അല്ലെങ്കിൽ ആ ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെ ശ്രമഫലമായിട്ടാണെന്നൊക്കെയാണ്. പക്ഷെ ഇപ്പം നമ്മൾ ഈ ചരിത്രമൊക്കെ പരിശോധിക്കുമ്പോഴാണ് നമ്മൾ എത്ര വിപുലമായ എത്ര സമൃദ്ധിയുള്ള ഒരു ചരിത്രത്തിൻ്റെ ഉടമകളാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് വേറൊരു വിഷയമായതുകൊണ്ട് നമുക്കത് തൽക്കാലം അവിടെ നിർത്താം. ഇനി ഹരിഹരസുതനിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ ആര്യൻ എന്ന പദം നമ്മൾ പരിശോധിച്ചു. ഇനി ഹരിഹരസുതൻ എന്ന ഒരു പദം അയ്യപ്പൻ്റെ ശരണം വിളികളിലൊക്കെ നമ്മൾ നായാട്ടി വിളികളിലൊക്കെ കാണാം. അപ്പോൾ അതെങ്ങനെയാണ് എന്ന് അതും കൂടെ ഒന്ന് പരിശോധിക്കാം. ഒരു നായാട്ടി വിളിയിൽ ഇപ്പോഴും അത് വളരെ പ്രചാരമുള്ളതാണ്. എന്താണത്? കാശി രാമേശ്വരം പാണ്ഡി മലയാളം അടക്കി വാണിരിക്കും ഹരിഹരസുതൻ അയ്യൻ അയ്യപ്പൻ വില്ലൻ വില്ലാളി വീരൻ വീരൻ വീരമണികണ്ഠൻ എന്ന പരാമർശമുണ്ട് നായാട്ട് വിളിയിൽ. അപ്പം അത് വേറെ ഒരു നായാട്ട് വിളിയിലുള്ള പരാമർശം 16 തിരുവയസ്സിൽ പാണ്ഡ്യനെ ശേവുകത്തിനായി കൈപിടിച്ചു താനും തൻ ശേവുകന്മാർ1000-നെയും മുന്നിൽ അകമ്പടിയാക്കിക്കൊണ്ട് പാണ്ഡിനാട്ടിലേക്കെഴുന്നള്ളി പാണ്ഡ്യൻ തന്നെ കണ്ടു ശേവുകവും ചെയ്തു മുന്നം കിട്ടിയ ധനങ്ങളെല്ലാം കൂടി ലോകർക്കു നൽകി. അങ്ങനെ ഒരു നായാട്ട് വിളിയുണ്ട്. അതിൽ ഇത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആണ്, നമുക്ക് വളരെ കൃത്യമായിട്ട് തന്നെ അറിയാം. ഇനി മൂന്നാമതൊരു നായാട്ട് വിളിയിൽ, അതായത് ആദ്യത്തെ നായാട്ട് വിളിയിൽ എന്താണ് പരാമർശം? കാശി രാമേശ്വരം പാണ്ഡി മലയാളം അടക്കി വാണിരിക്കും ഹരിഹരസുതൻ അയ്യൻ അയ്യപ്പൻ വില്ലൻ വില്ലാളി വീരൻ വീരൻ വീരമണികണ്ഠൻ. അത് ഒരു നായാട്ട് വിളിയിലെ പരാമർശമാണെങ്കിൽ, രണ്ടാമത്തെ ഒരു നായാട്ട് വിളിയിൽ നമ്മൾ കാണുവാൻ സാധിക്കുന്നത് 16 തിരുവയസ്സിൽ പാണ്ഡ്യനെ ശേവുകത്തിനായി കൈപിടിച്ചു താനും തൻ ശേവുകന്മാർ1000-നെയും മുന്നിൽ അകമ്പടിയാക്കിക്കൊണ്ട് പാണ്ഡി നാട്ടിലേക്കെഴുന്നള്ളി പാണ്ഡ്യൻ തന്നെ കണ്ടു ശേവുകയും ചെയ്തു മുന്നം കിട്ടിയ ധനങ്ങളെല്ലാം കൂടിയ ലോകർക്ക് നൽകി. ഇത് രണ്ടാമത്തെ നായാട്ടുവിളി. ഇനി വേറെ ഒരു നായാട്ടുവിളി, മൂന്നാമത്തെ ഒരു നായാട്ടുവിളിയുടെ പരാമർശം കൂടെ നമുക്ക് ഉള്ളത് എന്താന്ന് പറഞ്ഞാൽ, നായ്ക്കളും വേടരുമായി അടുത്തുടൻ വനത്തിൽ പുക്കുവൻ പെഴും കരടി ചെന്നായി പന്നിയെയും കേഴ കൊന്നു വരമൊരു മലയർക്കെല്ലാം ചിതമൊടു കൊടുത്തു വേകാൽ പുലിയുടെ പുടവു നോക്കി പുറ്റിന്മേൽ കേറി നിന്നു ചുറ്റുമേ നോക്കും നേരം
അങ്ങൊരു പാറമേൽ പുലി കണ്ടങ്ങു തെറ്റെന്നങ്ങോടിച്ചെന്ന പുലികളെ കയറുമിട്ടു അറ്റമില്ലാതെന്നു വേകാൽ ഹരിഹരസുതനും തന്നായ്ക്കളെ ചുറ്റുമാക്കി പെൺപുലി മുതുകിലേറി മുന്നറിയിച്ചു കിടാങ്ങളെയും കൊണ്ടു തെരുവതു നടവിൽ കൂടി വരുന്നതു കണ്ട നേരം ഇളകിനാർ വീടും വിട്ടുധനങ്ങളും എടുപ്പിച്ചുകൊണ്ടു ഇടയ്ക്കിടയുണ്ടാം പുതുമകൾ പറവതല്ല. അപ്പം ഈ നായാട്ട് വിളികളൊക്കെ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് വളരെ വ്യക്തമാണ് ശരിക്കും എന്താണ് അവിടെ പറയുന്ന ചരിതങ്ങളെന്ന്. കാരണം ഒന്നാമത്തതിൽ നമ്മൾ മനസ്സിലാക്കിയത് എന്താണ്, പാണ്ഡ്യ മലയാളം, അതായത് തമിഴ്നാടും കേരളം, പാണ്ഡ്യ മലയാളം അടക്കി വാഴുന്നത് ഹരിഹരസുതനാണ്. ഹരിഹരസുതൻ എന്ന പദത്തിന് ഇവിടെ ശൈവ വൈഷ്ണവ ഭേദങ്ങൾ ബാധിക്കാത്തവൻ എന്നാണ് ഹരിഹരസുതൻ. ഇത് നമ്മൾ ഒരുപാട് ക്ലാസ്സുകളിൽ അല്ലെ എപ്പിസോഡുകളിൽ നമ്മൾ ചർച്ച ചെയ്ത വിഷയമാണ്. ഇപ്പോൾ ജാതി മത വ്യത്യാസങ്ങളില്ലാത്തവൻ, എല്ലാവരെയും തുല്യരായി കരുതുന്നവൻ എന്നെല്ലാമാണ് ശരിക്കും നമ്മൾ അർത്ഥം സങ്കല്പിക്കേണ്ടത്. പാണ്ഡ്യരാജാവ് തൻ്റെ സേനാനായകനായ അയ്യപ്പന് നൽകിയ വിശേഷ നാമമാകാം എന്ത്, ഹരിഹരസുതൻ. തെങ്കാശിയിൽ താമസമുറപ്പിച്ച പാണ്ഡ്യരാജന്റെ സേവകനായിരുന്നിരിക്കാം ഈ അയ്യപ്പൻ. അപ്പോൾ അയ്യനാരെ പിന്തുടർന്ന് അയ്യപ്പ പദവി അലങ്കരിച്ച വീരയോദ്ധാവ് അയ്യനാര്, ഒന്നാമത്തെ അയ്യപ്പൻ. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പരിശോധിച്ചു ആ കാര്യങ്ങളൊക്കെ. അപ്പോൾ ആ അയ്യനാരെ പിന്തുടർന്ന് അയ്യപ്പ പദവി അലങ്കരിച്ച ഒരു വീരയോദ്ധാവ് അയ്യനാരെ പോലെ നായാട്ട് നായ്ക്കളോടൊപ്പമുള്ള യാത്രയും പാണ്ഡ്യരാജ്യത്ത് ചെന്ന് പാണ്ഡ്യരാജനെ സേവിച്ചതും അങ്ങനെ ലഭിച്ച ധനമെല്ലാം ലോകസേവയ്ക്കായി ഉപയോഗിച്ചതുമാണ് രണ്ടാമത്തെ നായാട്ട് വിളിയിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ശരിക്കും ഇവിടെ പുലിയെ വെറുതിയിലാക്കി എന്ന് പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ശരിക്കും ഈ ചോള രാജാക്കന്മാരുടെ കൊടി അടയാളം ശരിക്കും പുലിയായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുന്നുണ്ടെങ്കിൽ 10-ാം നൂറ്റാണ്ടിന് സമീപസ്ഥമാണ് ഈ അയ്യപ്പൻ്റെ ജീവിതകാലം എന്ന് നമ്മൾ പറഞ്ഞല്ലോ. കാരണം ഒന്നാം അയ്യനാരുടെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പരിശോധിച്ചതാണ് 800 മുതൽ 904 വരെ. അപ്പം 904 ശേഷം എന്ന് പറഞ്ഞാൽ 10-ാം നൂറ്റാണ്ടായി. അപ്പോൾ 10-ാം നൂറ്റാണ്ടിന് സമീപത്താണ് അല്ലെങ്കിൽ സമീപത്താണ് ഏത് ഈ അയ്യപ്പൻ്റെ ജീവിതകാലം എന്ന് വരുന്നത് സൂചിപ്പിക്കുന്നത്. അപ്പം അയ്യനാരുടെ ശരിയായ പിന്തുടർച്ചയാർന്ന ഒരു വീരയോദ്ധാവ്, അയ്യനാരെ പോലെ തന്നെ ജനസേവകനായ ഒരു യോഗി, കീഴ്ജാതിയിൽ ജനിച്ച ആളായിരുന്നിരിക്കണം, അതായത് വനവാസി തന്നെ ആയിരിക്കണം ഈ അയ്യപ്പനും. അപ്പം സാധാരണ കീഴ്ജാതിയിൽ ജനിച്ച ആളുകൾക്ക് ഹരിഹരസുതൻ എന്ന പേര് നമ്മൾക്ക് കാണുവാൻ വേണ്ടി സാധിക്കില്ല. കാരണം അന്നത്തെ പേരുകളിൽ കൂടുതലും ഈ പറയുന്ന പോലെ നമ്മൾക്ക് അയ്യപ്പൻ എന്നൊക്കെ കാണാൻ പറ്റുമെങ്കിലും അയ്യപ്പൻ എന്നുള്ള നാമധേയം പിന്നീട് അതൊരു ശൃംഖലയും ഒരു സ്ഥാനപ്പേരും ഒരു ഡിഗ്നിഫൈഡ് നെയിമായിട്ട് അല്ലെങ്കിൽ ഒരു റാങ്ക് ആയിട്ട് മാറി എന്നുള്ളത് നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ അതുപോലെ നോക്കുമ്പോൾ ഈ ഹരിഹരസുതൻ എന്ന പേര് ശരിക്കും സാധാരണ ആ ഒരു വനവാസി സമൂഹത്തിൽ ഇടുവാൻ വേണ്ടിയിട്ട് കാര്യമില്ല. അതുകൊണ്ട് തന്നെ പാണ്ഡ്യരാജൻ ഈ അയ്യപ്പന് സമ്മാനിച്ച ഒരു വിശേഷ നാമമാവാം ഈ ഹരിഹരസുതൻ എന്ന നാമം എന്ന് നമുക്ക് വേണമെങ്കിൽ കരുതാം. അപ്പൊ 16-ാമത്തെ വയസ്സ് മുതൽ ശരിക്കും അതിയായ ധീരകൃത്യങ്ങൾ ചെയ്ത് ചോള രാജാവിനെ പോലും എതിർത്ത് തോൽപ്പിച്ചു അല്ലേ. അതാണ് പുലിയെ വറുതിയിലാക്കി എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ ചോള രാജാവിനെ പോലും എതിർത്ത് തോൽപ്പിച്ച് ഈ ഒരു വീരന് പാണ്ഡ്യ രാജാവ് ഇത്തരം വിശേഷ നാമങ്ങൾ സങ്കല്പിച്ചു കൊടുക്കാൻ സാധ്യതയുണ്ട് അല്ലേ. അതിശയൊന്നും നമുക്ക് തോന്നേണ്ട കാര്യമില്ല. കാരണം അത്രയും വീരനായ ഒരു വീരയോദ്ധാവ്, ഒന്നാമനായ അയ്യനാരെ പിന്തുടർന്ന അതേ പേഴ്സണാലിറ്റി ലുള്ള ആളുകളായിരിക്കും, ആ ഒരു കാലിബറുള്ള ആള്. അപ്പം അസാധ്യമായത് സാധ്യമാക്കിയവരാണ് അല്ലെ എല്ലാ അയ്യപ്പന്മാരും. അതുകൊണ്ട് തന്നെ ഈ നിർഭയനായ ഈ ഒരു യോഗിക്ക് ശരിക്കും ജനനവും മരണവും തമ്മിൽ വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. കാരണം നമുക്കറിയാം ചാവേറുകൾ അങ്ങനെയാണ് അല്ലെ. ചാവേറുകളുടെ കാര്യം നമ്മൾ പഠിച്ചതാണ്. കാരണം അവർക്ക് മരണം എന്നുള്ളത് ഒരു വിഷയമല്ല. സാധാരണ മനുഷ്യനാണ് അല്ലെങ്കിൽ പശുബോധമുള്ള ആൾക്കാണ് ഭയം ഉണ്ടാവുക. പക്ഷെങ്കിൽ അവർക്കൊന്നും ഭയത്തെ എന്താ പറയുക അവരെ ഭരിച്ചിരുന്നില്ല. അപ്പം നിർഭയനായ ഈ യോഗിക്ക് ജനനവും മരണവും ഒന്നും ഒരു വ്യത്യാസം ഇല്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് തന്നെ സ്വാതന്ത്ര്യം എന്നുള്ളത് അയാൾക്ക് സ്വതസിദ്ധമാണ്. മരണം പൂർണ്ണ സ്വാതന്ത്ര്യത്തിലേക്കുള്ള അല്ലെങ്കിൽ സ്വന്തം ഗൃഹത്തിലേക്കുള്ള മടക്കയാത്രയാണ് അല്ലെ. മരണത്തെ ഭയക്കാത്ത ആൾ എപ്പോഴും സ്വാതന്ത്ര്യത്തോടു കൂടി ജീവിക്കുന്നതാണ്. ഭയം അറിയാത്തവൻ ശരിക്കും എന്താ പറയുക, നമ്മൾ ഈശ്വരപുത്രനാണ്. അപ്പോൾ ഹരിഹരസുതൻ എന്ന പേര് അയാൾക്ക് ശരിക്കും യോജിക്കുന്നതാണ്. അപ്പം
ആരുമില്ലാത്ത ആളുകൾക്ക് സംരക്ഷകനും ശത്രു സംഹാരകനും അത്തരം ഒരു ധീരയോഗി ഏത് ജാതിയിൽ ജനിച്ചാലും ഏതൊരു സമൂഹത്തിൽ ജനിച്ചാലും അയാൾ ഹരിഹരസുതൻ എന്ന പേര് അയാൾക്ക് യോജിക്കും. കാരണം എന്താണ്, അയാൾ അത്രയും വീരയോദ്ധാവാണ് ശരിക്കും അല്ലെ. ഹരിഹരസുതന്റെ യോഗദർശനം അല്ലെങ്കിൽ യോഗ രീതിയിൽ അത് എന്താണ് സൂചിപ്പിക്കുന്നത് നമ്മൾ പറഞ്ഞു. ഹരി എന്നുള്ള ആദ്യത്തെ 3 ചക്രം, ഹരൻ എന്ന അടുത്ത 3 ചക്രം ശരീരത്തിൽ യോഗദർശന പ്രകാരം ചിന്തിച്ചാൽ പിന്നെ സഹസ്രാരം മോക്ഷപ്രാപ്തിയിലേക്ക് യോഗി വരും തന്നെ. അങ്ങനെ ആർക്കേ നടന്നു പോകാൻ പറ്റൂ? ശരിക്കും ഈ പറയുന്ന മറ്റ് ഭയങ്ങളില്ലാത്ത ആളുകൾക്ക് മാത്രമേ. അപ്പൊ ആ കാലഘട്ടത്തിൽ പാണ്ഡ്യ രാജാവിന് ശരിക്കും രാജ്യാവകാശം തീർത്തും നഷ്ടപ്പെട്ടിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. തമിഴ്നാട്ടിലും കേരളത്തിലും വളരെയേറെ സ്ഥലത്ത് ശരിക്കും അദ്ദേഹത്തിൻ്റെ ഭരണാവകാശമൊക്കെ നിലനിർത്തി പാണ്ഡ്യരാജന്റെ സേനാനായകനായിരുന്നു ശരിക്കും ആര്? ഈ ഹരിഹരസുതൻ. അതായത് ഈ പറയുന്ന പലായനം ചെയ്തു വന്നിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന് അവിടെയുള്ള സ്വത്തുകളൊക്കെ നമ്മൾ പറയില്ലേ നടത്തിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ചങ്കൂറ്റവും കാര്യങ്ങളൊക്കെ ഈ സേനാനായകൻ ഉണ്ടായിരുന്നു, ഈ ഹരിഹരസുതൻ. അതിനാലാണ് ശരിക്കും എന്ത് ഹരിഹരസുതൻ മാത്രം കാശി രാമേശ്വരം പാണ്ഡ്യ മലയാളം അടക്കിവാണ് അയ്യപ്പനാവുന്നത്. അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ അയ്യനാരെ കുറിച്ചുള്ള പരാമർശത്തിൽ നമ്മൾ അങ്ങനെ കണ്ടിട്ടില്ല. പക്ഷെങ്കിൽ രണ്ടാമത്തെ അയ്യപ്പനായ ഈ ഹരിഹരസുതന്റെ കാര്യം വരുന്നപ്പോൾ നായാട്ട് വിളിയിൽ കൃത്യമാണ് എന്താ അവിടെ വൃത്തിയായിട്ട് പറയുന്നുണ്ട്. എന്താണ് പറയുന്നത്? കാശി രാമേശ്വരം പാണ്ഡ്യ മലയാളം അടക്കിവാണ് അയ്യപ്പൻ. അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് നമ്മൾക്ക് ഒന്ന് സമ്മറൈസ് ചെയ്ത് നോക്കാം എന്തൊക്കെയാണ് ഈ അയ്യപ്പനെ കുറിച്ച്. ഇത്രയും വിവരങ്ങളെ നമുക്ക് നായാട്ട് വിളിയിൽ നിന്ന് കേൾക്കുവാനുള്ളൂ. പിന്നെ ആ ചരിത്രങ്ങളൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോഴാണ് ഏകദേശം ഈ ഒരു കാലഘട്ടത്തിലാണ് രണ്ടാമനായ ഈ ഒരു കാവൽ ചങ്ങാത്തത്തിലെ സേനാനായകൻ അല്ലെ. കാവൽ ചങ്ങാത്തമാണ് ഈ ചാവേറുകൾ. നമ്മൾ ഇന്നലത്തെ എപ്പിസോഡിൽ കണ്ടു. ഏകദേശം 13-ാം നൂറ്റാണ്ടൊക്കെ ആകുമ്പോഴേക്കും അതിന് കൃത്യമായ ചേര രാജാക്കന്മാരൊക്കെ വളരെ കൃത്യമായ ഒരു സംവിധാനം തന്നെ ഉണ്ടാക്കി അതിനെ മാറ്റിയിട്ടുണ്ട്. അപ്പൊ ശരിക്കും മലയ ജാതിയിൽപ്പെട്ട യഥാർത്ഥ നാമം അറിയില്ല. കാരണം ഇത് ഹരിഹരസുതൻ എന്നുള്ളത് ടൈറ്റിൽ ആവാനാണ് സാധ്യത. കാരണം എന്താണ്, ഈ പറയുന്ന ആ കാലഘട്ടത്തിൽ ഈ പറയുന്ന വനവാസി സമൂഹത്തിന്റെ ഇടയിൽ അങ്ങനെ ഒരു പേര് ജനറലി കാണുവാൻ സാധിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊരു ടൈറ്റിൽ ആയിരിക്കാനാണ് സാധ്യത. പിന്നെ അദ്ദേഹത്തിന്റെ പ്രവൃത്തി മണ്ഡലം എന്ന് പറഞ്ഞാൽ മധുരയിലെ പാണ്ഡ്യ രാജാവിന്റെ സേനാനായകനായിരുന്നു. ജീവിതകാലം ഈ പറയുന്ന പോലെ തന്നെ 10-ാം നൂറ്റാണ്ട്. ജീവിത കൃത്യങ്ങൾ എന്താണ്? മധുരയിലെ പാണ്ഡ്യ രാജാവിന് വേണ്ടിയിട്ട് ചോള രാജാവിനോട് യുദ്ധം ചെയ്തു, എതിർത്ത് തോൽപ്പിച്ചു. പിന്നെ ഒരു പ്രവൃത്തി രീതി അല്ലെങ്കിൽ പ്രകൃതം എന്ന് പറഞ്ഞാൽ നായ്ക്കളും വേടർ എന്ന് പറഞ്ഞാൽ കാട്ടുവാസികൾ, അവരുമായി നടന്നതും വനത്തിൽ വസിച്ചതും പിന്നെ നേരത്തെ നമ്മൾ ചൊല്ലിയ നായാട്ട് വിളിയിൽ കരടി, ചെന്നായി, പന്നി, കേഴ എന്നിവയെല്ലാം കൊന്ന് കാട് നാടാക്കിയതും മലയർക്കെല്ലാം ചിതമോടെ കൊടുത്തതും അല്ലെ. ഉചിതമോടെ മലയർക്കൊക്കെ അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ എത്തിച്ചു കൊടുത്തതും പരിഗണിച്ചാൽ ഈ അയ്യപ്പനും ഒരു ആദിവാസി തന്നെ അല്ലെ, അല്ലെങ്കിൽ പ്രത്യേകിച്ചും ഈ പറയുന്ന മലയ സമുദായത്തിൽപ്പെട്ട ആള് ആവാൻ തന്നെയാണ് സാധ്യത. അപ്പൊ പാണ്ഡ്യരാജൻ ഈ അയ്യപ്പന് സമ്മാനിച്ച ഒരു വിശേഷ ടൈറ്റിൽ അല്ലെങ്കിൽ നാമമാണ് ശരിക്കും എന്ത്? ഹരിഹരസുതൻ എന്നത്. അങ്ങനെ ആവാനേ തരമുള്ളൂ. അപ്പൊ ഹരിഹരസുതൻ ആനന്ദചിത്തൻ അയ്യൻ അയ്യപ്പ സ്വാമിയെ എന്നൊരു ശരണം വിളി നമുക്കറിയാം അല്ലെ. ഇന്ന് വിളിക്കുന്ന ഒരു ശരണം വിളിയാണ്. അപ്പൊ അതിൽ തന്നെ നമ്മൾക്ക് ഒന്ന് പരിശോധിച്ചാൽ, അതിന്റെ ടെർമിനോളജി പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് വിവിധ അയ്യപ്പന്മാരുടെ പേരുകളാണ് ആയിരിക്കാനാണ് ഈ സാധ്യത. ഹരിഹരസുതൻ അതിപ്പോ നമ്മൾ പരിശോധിച്ചു. അങ്ങനെയാണെങ്കിൽ ആനന്ദചിത്തൻ എന്ന പേരുള്ള ഒരാൾ ഏതെങ്കിലും കാലത്ത് അയ്യപ്പ പദവി അലങ്കരിച്ചിരുന്നിരിക്കാം. ഹരിഹരസുതൻ, വീണ്ടും പറയുന്ന പേര് ആനന്ദചിത്തൻ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ശരിക്കും അത് പരിശോധിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് നമുക്ക് സങ്കടകരമായ അവസ്ഥ, അങ്ങനെ ഒരു അസ്തിത്വത്തെ കുറിച്ച് പ്രത്യേകിച്ച് എവിടെയും പരാമർശം കാണുന്നില്ല. പിന്നെ ഒരു വിവാദമായ അല്ലെങ്കിൽ നിങ്ങൾ മിക്കവാറും എന്നോട് സഹകരിക്കാൻ സാധ്യതയില്ലാത്ത ഒരു വാദം, ഇവിടെ സ്വാമിയെ എന്ന് പറയുന്ന ആ അവസാനത്തെ നാമം ഇവിടെ വാവർ സ്വാമിയെ കുറിച്ചിട്ടാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അത് വരുന്ന എപ്പിസോഡുകളിൽ നമുക്ക് വളരെ കൃത്യമായി ചർച്ച ചെയ്യുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. കാരണം വാവർ സ്വാമിയെ കുറിച്ച് നല്ല വിശദമായ ചരിത്രം നമ്മൾക്ക് ലഭ്യമാണ്. ഇന്ന് നമ്മൾ പറയുന്നത് പോലെയല്ല ശരിക്കും.
കാര്യങ്ങൾ സത്യസന്ധമായി പറയുമ്പോൾ വാവര സ്വാമിയെ അയ്യപ്പന്റെ ആ ഒരു ചരിത്രത്തിൽ നിന്ന് നമ്മൾക്ക് മാറ്റി നിർത്തുവാനേ സാധിക്കില്ല. അപ്പൊ അത് നമുക്ക് വരുന്ന എപ്പിസോഡിൽ വളരെ കൃത്യമായി പറയാം, അല്ലെങ്കിൽ അതെന്തായാലും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതും കൂടിയാണ്. അപ്പോൾ ഹരിഹരസുതനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, ആര്യൻ എന്ന് പറഞ്ഞ പദത്തെ കുറിച്ച് പറഞ്ഞു. പിന്നെ ആ ശരണം വിളിയിൽ എന്താണ് നമ്മൾക്ക് പറയാനുള്ളത്? ഹരിഹരസുതൻ, ആനന്ദചിത്തൻ. ആനന്ദചിത്തനെ കുറിച്ച് അന്വേഷണത്തിലൊന്നും നമ്മൾക്ക് എവിടെയും നായാട്ട് വിളിയിലോ അല്ലെങ്കിൽ വില്ലടിച്ചാൻ പാട്ടിലോ എവിടെയും ഒന്നും കാണാനില്ല. അപ്പൊ അതുകൊണ്ട് അതിനെക്കുറിച്ച് ഒരു അവ്യക്തത ഉണ്ട്. അത് കഴിഞ്ഞ് അയ്യപ്പ സ്വാമിയെ, ആര്യൻ എന്ന പദത്തെ നമ്മൾ നോക്കി. ഇവിടെ സ്വാമി എന്നുള്ളത് ശരിക്കും വാവര സ്വാമിയെ കുറിച്ച് തന്നെയാണ് വിശദീകരിച്ചിട്ടുള്ളത്. അപ്പൊ അത് നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് അല്ലെങ്കിൽ അടുത്ത എപ്പിസോഡിൽ വിശദമായിട്ട്, ഇനി വരുന്ന എപ്പിസോഡുകളിൽ നമുക്ക് വിശദമായിട്ട് ചർച്ച ചെയ്യാം. അടുത്ത് നമ്മൾക്ക് പറയാനുള്ളത് നിലവയ്യൻ. അപ്പോൾ നിലവയ്യനെ കുറിച്ച് ഒരു നായാട്ട് വിളിയിൽ പറയുന്നത്, ഇന്നു ഞാൻ സഭയിൽ നിന്നൊന്നു ചൊല്ലുവാനായി മഹാസഭയോരു മടങ്ങി നിന്നു കേട്ടുകൊള്ളുവിൻ. അഴകിനോട് ഗണപതിയും വാണിമാതാവും ഗുരുക്കന്മാരും ശാസ്താവും തുണച്ചെനിക്ക് പരിചിനോട് നിലവയ്യന്റെ കഥകളിൽ കുറെ ചൊൽവാൻ. ഇതൊരു നായാട്ട് വിളിയിലെ പരാമർശമാണ്. വേറൊരു അയ്യപ്പൻ പാട്ടിലും ഈ പരാമർശം ഇതുപോലെ വരുന്നുണ്ട്. അവിടെ ആഹവേ പല ദിക്കു ജയിച്ചൊരു രണവീരൻ, കലഹത്തിൽ അരിവർഗം മുടിക്കുന്നു നിലവയ്യൻ. ഇതൊരു അയ്യപ്പൻ പാട്ടിലുള്ള പരാമർശമാണ്. അപ്പൊ നിലയ്ക്കല് താമസവുമായി ബന്ധപ്പെട്ട പന്തള രാജാക്കന്മാരുടെ ഓർമ്മയിൽ തിളങ്ങി നിന്നിരുന്ന അയ്യപ്പനാണ് ശരിക്കും നിലവയ്യൻ. നിലവയ്യൻ എന്ന പദത്തിന് നിലയ്ക്കലെ അയ്യപ്പൻ എന്ന അർത്ഥം ആണ് നമ്മളിവിടെ കൽപ്പിക്കേണ്ടത്. മധുര ഉപേക്ഷിച്ച് പാണ്ഡ്യ രാജവംശജർ തെങ്കാശിയിലേക്ക് താമസം മാറ്റിയെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അപ്പൊ ഇവർക്ക് തെങ്കാശിയിൽ അധിക കാലം തുടരാൻ സാധിച്ചില്ല. കാരണം അവിടെ വെച്ച് ശത്രുക്കളുമായി ഏറ്റുമുട്ടി തോൽവി സമ്മതിച്ചിട്ട് നിലയ്ക്കലേക്ക് വീണ്ടും യാത്ര തിരിക്കേണ്ടി വന്നു. അപ്പൊ പാണ്ഡ്യ രാജാക്കന്മാര് ആദ്യം എത്തിച്ചേർന്നത് നിലയ്ക്കലാണ്. അത് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു. AD 904 നിലയ്ക്കലെത്തിയ രാജകുടുംബം തദ്ദേശവാസികളുമായിട്ടുള്ള ഏറ്റുമുട്ടലിൽ പരാജയപ്പെട്ട് പിന്നീട് അച്ചൻകോവിലേക്ക് മാറുകയും ചെയ്തു. അതും നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു. അപ്പൊ നിലയ്ക്കല് താമസിക്കുന്ന കാലത്ത് പാണ്ഡ്യവംശരുടെ സേനാനായകനും സംരക്ഷകനുമായിരുന്ന അയ്യപ്പനാണ് നിലവയ്യൻ. ഈ അയ്യപ്പനെ കുറിച്ച് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ആനന്ദചിത്തനെ കൊണ്ട് പറഞ്ഞ പോലെ തന്നെ അധിക വിവരങ്ങളൊന്നും ലഭ്യമല്ല. പക്ഷെങ്കിൽ ഈ നായാട്ട് വിളിയിലും ഈ പറയുന്ന അയ്യപ്പൻ പാട്ടിലും ഈ നിലവയ്യനെ കുറിച്ചിട്ടുള്ള പരാമർശമുണ്ട്. അപ്പൊ പന്തള രാജാക്കന്മാര് നിലവയ്യന് ക്ഷേത്രം നിർമ്മിച്ചു എന്നതിൽ നിന്നും ഇവിടെ വെച്ചുണ്ടായ യുദ്ധത്തില് നിലവയ്യൻ വീരമൃത്യു വരിച്ചിരിക്കാൻ സാധ്യതയുണ്ട് എന്ന് നമുക്ക് അഭ്യൂഹിക്കാനേ മാത്രമേ പറ്റൂ. കാരണം കൃത്യമായ വിവരങ്ങൾ, ഫർദർ വിവരങ്ങൾ നമുക്ക് ലഭ്യമല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നിലവയ്യനെ സങ്കല്പിച്ച് ഇവിടെ പ്രതിഷ്ഠിക്കപ്പെട്ട ശാസ്താക്ഷേത്രം പിൽക്കാലത്ത് ഏകദേശം 14-ാം നൂറ്റാണ്ടിനോടടുത്ത കാലഘട്ടത്തില് ഇതാണ് ആദ്യമായിട്ട് അഗ്നിക്കിരയാക്കപ്പെട്ടതായിട്ടുള്ള ചരിത്രരേഖ നമുക്ക് കിട്ടുന്നത്. അതായത് AD 14-ാം നൂറ്റാണ്ട് വരെ നിലവയ്യന്റെ ജീവിത കൃത്യങ്ങൾ മിക്കവാറും കേസിൽ ഓർമ്മപ്പെട്ടിട്ടുണ്ടാവാം, അല്ലെങ്കിൽ അതായിരിക്കും അവിടെ ഫോളോ ചെയ്ത് വന്നിട്ടുണ്ടായത്. ഇപ്പൊ അയ്യപ്പന്മാരോട് പൊതുവെയും നിലവയ്യൻ എന്ന് പറയുന്ന ആ ചരിത്ര പുരുഷനോടും പ്രത്യേകിച്ചും ഉണ്ടായ ചിലപ്പോൾ ആ ഒരു അമർഷവും പകയും ഒക്കെ ആവാം നിലവയ്യൻ ക്ഷേത്രം അഗ്നിക്കിരയാക്കുന്നതിൽ കലാശിച്ചത്. അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ നിലയ്ക്കല് ഈ നായാട്ട് വിളി നമ്മൾ ശ്രദ്ധിച്ചാൽ ഒന്ന് നമുക്ക് മനസ്സിലാകുന്ന എന്താണ്, ഇന്നു ഞാൻ സഭയിൽ നിന്നൊന്നു ചൊല്ലുവാനായി മഹാസഭയോരും അടങ്ങി നിന്നു കേട്ടുകൊള്ളുവിൻ. അഴകിനോടു ഗണപതിയും വാണിമാതാവും ഗുരുക്കന്മാരും ശാസ്താവും തുണച്ചെനിക്ക് പരിചിനോടു നിലവയ്യന്റെ കഥകളിൽ കുറെ ചൊൽവാൻ. ഇതൊരു നായാട്ട് വിളി അല്ലെ ആദ്യത്തെ. രണ്ടാമത് പറയുന്നത് ആഹവേ പല ദിക്കു ജയിച്ചൊരു രണവീരൻ, ഒരു വീരയോദ്ധാവ് എന്നുള്ള അർത്ഥമാണ് അല്ലെ. കലഹത്തിൽ അരിവർഗം മുടിക്കുന്നു നിലവയ്യൻ. അപ്പൊ ഇവിടെ ശരിക്കും കൃത്യമായി ആ ഒരു പേര് ഒന്നിലധികം സ്ഥലത്ത് പരാമർശിച്ചത് കൊണ്ട് നിലയ്ക്കലുള്ള അയ്യപ്പൻ എന്നുള്ളതാവാം നിലവയ്യൻ എന്നുള്ളതും. ഈ പറയുന്ന പോലെ നിലയ്ക്കലുമായി പാണ്ഡ്യ രാജാക്കന്മാരുടെ താമസവുമായി ബന്ധപ്പെട്ട് കുറെ കോംപ്ലിക്കേഷൻസ് ഉണ്ടായിട്ടുണ്ട്. കാരണം അവർക്ക് വന്ന ഉടനെ തന്നെ നിലയ്ക്കല് യുദ്ധം ചെയ്യേണ്ടി വന്നു തദ്ദേശവാസികളായിട്ട്. പിന്നെ അവിടുന്ന് അവർ അച്ചൻകോവിലേക്ക് പോയി. അപ്പം പിന്നെ അവർ തെങ്കാശിയിലേക്ക് പോയി. പക്ഷെ തെങ്കാശിയിലും ഈ പറയുന്ന പോലെ അധിക നാൾ അവർക്ക് അവിടെ നിൽക്കാൻ പറ്റിയില്ല. അവിടുന്ന് വീണ്ടും ശത്രുക്കളുമായി ഏറ്റുമുട്ടി തോൽവി സമ്മതിച്ച് നിലയ്ക്കലേക്ക് യാത്ര തിരിക്കേണ്ടി വന്നു. അപ്പം ശരിക്കും പാണ്ഡ്യ രാജാക്കന്മാർ ആദ്യം നിലയ്ക്കൽ വന്നു, അവിടുന്ന്
തദ്ദേശവാസികളായിട്ട് ഏറ്റുമുട്ടി പരാജയപ്പെട്ടു. വീണ്ടും അച്ചൻകോവിലേക്ക് അപ്പം ഈ ഒരു കാലഘട്ടത്തിൽ നിലയ്ക്കൽ താമസിക്കുന്ന പാണ്ഡ്യവംശജരുടെ സേനാനായകനും സംരക്ഷകനും ആയിരുന്നിരിക്കാം ആര്? അയ്യപ്പൻ, അല്ലെങ്കിൽ ഈ നിലവയ്യൻ. അപ്പൊ ഈ അവിടുന്ന് അങ്ങോട്ടുള്ള ഫർദർ ഡീറ്റെയിൽസ് നമുക്ക് ലഭ്യമല്ല. പക്ഷെങ്കിൽ ഈ നിലവയ്യന് ഈ പറയുന്ന വീരമൃത്യു വരിച്ചിരിക്കാൻ ഇടയുള്ളത് കൊണ്ട് തന്നെ അവിടുന്ന് 10-ാം നൂറ്റാണ്ടിന് ശേഷം, കാരണം കഴിഞ്ഞ അയ്യപ്പനെ നമ്മൾക്ക് 10-ാം നൂറ്റാണ്ടിലാണ്, 10-ാം നൂറ്റാണ്ട് മുതൽ 14-ാം നൂറ്റാണ്ട് വരെയുള്ള ആ കാലഘട്ടം വരെ ഈ ഒരു ആചാരം, നിലവയ്യനെ ബേസ് ചെയ്തിട്ടുള്ള ആചാരമായിരിക്കാം അയ്യപ്പൻ. 14-ാം നൂറ്റാണ്ടോട് കൂടി തുടക്കത്തിൽ തന്നെയാണ് ഈ ക്ഷേത്രം അഗ്നിക്കിരയാവുന്നത്. അപ്പം ഈ ഒരു അയ്യപ്പനെ നമ്മൾ സമ്മറൈസ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റുന്നത് നിലവയ്യൻ 10-ാം നൂറ്റാണ്ട് കാലഘട്ടത്തിലെ പാണ്ഡ്യരാജാവ് നിലയ്ക്കൽ താമസിച്ചിരുന്ന കാലത്തായിരിക്കും ഇദ്ദേഹത്തിന്റെ ജീവിത കൃത്യം എന്ന് പറഞ്ഞാൽ നിലയ്ക്കൽ താമസിച്ചിരുന്ന പാണ്ഡ്യ രാജവംശത്തിന്റെ അല്ലെങ്കിൽ ആ രാജാവിന്റെ സേനാനായകൻ. മരണം മിക്കവാറും നിലയ്ക്കൽ വെച്ച് പാണ്ഡ്യരാജന്റെ ശത്രുക്കളുമായുള്ള ഏറ്റുമുട്ടലിൽ വീരമൃത്യു മരിച്ചതാവാം എന്നുള്ളതാണ് നമുക്ക് അനുമാനിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരേ ഒരു കാര്യം. അപ്പൊ AD 904 കാലഘട്ടത്തിൽ കേരളത്തിൽ എത്തിച്ചേർന്ന ഈ ഒരു പാണ്ഡ്യരാജാവ് അല്ലെ പന്തള രാജ കുടുംബം നിലയ്ക്കലിന് സമീപം എവിടെയാണ് താമസം ചെയ്തത്? അപ്പൊ നിലയ്ക്കലിലും അച്ചൻകോവിലിലും തങ്ങളെ ആക്രമിച്ചതായി പാണ്ഡ്യവംശജനായ രാജരാജവർമ്മ തമ്പുരാൻ വിവരിക്കുന്ന ഒരു രേഖ, അതിന് നമ്മൾ പന്തളം അടമാനം രേഖ. അപ്പൊ കൊള്ളക്കാര് ആക്രമിക്കുന്നതായിട്ടാണ് അവിടെ എഴുതിയിട്ടുണ്ടെങ്കിൽ നമുക്ക് സംശയം, ആ കൊള്ളക്കാര് എന്ന് ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ ചോളന്മാരുടെ സൈനിക ശക്തി അല്ലെങ്കിൽ ചോളന്മാര് തന്നെ ആയിരിക്കാനാണ് സാധ്യത. സംശയമാണ്, സാധ്യതയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ശരിക്കും ചോളന്മാര് എന്ന് പറഞ്ഞാൽ കള്ളന്മാര് എന്ന് പറയേണ്ട കാര്യം, കാരണം രാജവംശം അല്ലെങ്കിൽ ചോള സൈന്യം വളരെ ശക്തിയുള്ളതായിരുന്നു. അവരുടെ സൈനിക ശക്തിയുമായി താരതമ്യം ചെയ്താൽ ശരിക്കും നമ്മൾ ഈ പറയുന്ന അയ്യപ്പനോ അല്ലെങ്കിൽ അയ്യപ്പന്റെ 1000 പടയാളികളോ അല്ലെ, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ നായാട്ട് വിളികളിലൊക്കെ അവിടെ ഉണ്ടല്ലോ 1000 വീരന്മാരും എന്നൊക്കെ. അപ്പൊ ഒരു 1000 വീരന്മാരും ഒന്നും ശരിക്കും പറഞ്ഞാൽ ഒന്നുമല്ല ചോള സൈന്യത്തിന്റെ മുമ്പിൽ. അപ്പൊ അങ്ങനെയാണെങ്കിൽ അയ്യപ്പന്, അതായത് ഈ 10-ാം നൂറ്റാണ്ടിലൊക്കെ കാലഘട്ടത്തിലുള്ള അയ്യപ്പന്മാർക്ക് ഈ ഒരു കാലഘട്ടമായിട്ട് പിന്നെ എന്താണ് ബന്ധം എന്നുള്ളതും നമ്മളുടെ മനസ്സിൽ ഉയരുന്ന ഒരു ചോദ്യമാണ്. കാരണം ഇവര് ഈ പറയുന്ന പോലെ കാവൽ ചങ്ങാത്തത്തിലെ സേനാനായകന്മാരായിരിക്കാം. അപ്പൊ മിക്കതും ഈ പറയുന്ന ചോള രാജവംശത്തിന്റെ ആ ഒരു സൈനിക ബലത്തിന്റെ മുമ്പിൽ മിക്ക അയ്യപ്പന്മാരും വീരമൃത്യു വരിച്ചിരിക്കാനാണ് സാധ്യത. അപ്പൊ അങ്ങനെ നോക്കുമ്പോഴായിരിക്കാം ഈ വീര ആരാധന സമ്പ്രദായം നിലവിൽ വന്നിട്ടുണ്ടാവാം. ഇന്ന് നമ്മൾക്ക് ഏകദേശം സമയം ചരിത്രം പരിശോധിച്ച് നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്നത് ഇപ്പോൾ ആര്യൻ എന്ന പദം നമ്മൾ നോക്കി, അതുപോലെ ഹരിഹരസുതനെ നോക്കി, ആനന്ദചിത്തനെ നോക്കാൻ നമുക്ക് ലഭ്യമായ അറിവുകളൊന്നുമില്ല. അതിനുശേഷം നമ്മൾ വാവരസ്വാമിയുടെ പരാമർശം കണ്ടു ശരണം വിളിയിൽ. അത് നമ്മൾ വരുന്ന എപ്പിസോഡിൽ, കാരണം അത് വളരെ വിശദമായി നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ്, അതുകൊണ്ട് വളരെ വിശദമായി തന്നെ നമുക്കത് അവതരിപ്പിക്കാം. പിന്നെ നമ്മൾ നിലവയ്യൻ എന്ന ആ ഒരു നായാട്ട് വിളിയിലും അയ്യപ്പൻ പാട്ടിലൊക്കെ പരാമർശമുള്ള ആ ഒരു അയ്യപ്പനെ കുറിച്ചിട്ടും അത് ഏകദേശം 14-ാം നൂറ്റാണ്ട് വരെ എത്തി നിൽക്കുന്ന ആ ഒരു ചരിത്ര പുരുഷനെ കുറിച്ച് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്തു. ഇനി നമുക്ക് നാളെ പാണ്ഡ്യരാജവംശത്തിൻ്റെ നിലയ്ക്കലുള്ള ആസ്ഥാനത്തെ കുറിച്ചിട്ടൊക്കെ ഒന്ന് നമുക്ക് മനസ്സിലാക്കാം. രാജമ്പാറ കോട്ടയെ കുറിച്ചിട്ടൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ നോക്കാം. അതുപോലെ ഇനി കുറച്ച് ശബരിമലയിലെ ആചാരങ്ങളെ കുറിച്ചിട്ടും ഒക്കെ നമുക്കൊന്ന് നാളെ മുതലുള്ള എപ്പിസോഡുകളിൽ നമുക്കൊന്ന് പരാമർശിക്കാം. അപ്പോൾ ഒരുപാട് പറയാനുണ്ട്. ഇനി നമ്മൾ 41 ദിവസത്തെ സീരീസാണ് പ്ലാൻ ചെയ്തതെങ്കിലും പറയാൻ ഇനിയും ഒത്തിരി ഉണ്ട് ചരിത്രം കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട്. കാരണം വാവരുടെയൊക്കെ ശരിക്കും 1-2 എപ്പിസോഡ് പറയാനുണ്ടാവും, അത്രയും ഉണ്ട് വാവരുടെ ചരിത്രമൊക്കെ പറയാൻ. അപ്പം എന്തായാലും കാത്തിരിക്കുക. ഇത്രയും ലഭ്യമായ അറിവുകൾ തികച്ചും എല്ലാവരിലേക്കും എത്തിക്കുവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഒരുപാട് ആളുകൾ പേഴ്സണലി മെസ്സേജ് അയക്കുന്നുണ്ട്, കമൻസ് അല്ലാതെ തന്നെ പേഴ്സണലി
ഇതിനിയും കണ്ടിന്യൂ ചെയ്യണം, ഇങ്ങനെ ഒരുപാട് അവരുടേതായ ജിജ്ഞാസയും ആഗ്രഹവും ഒക്കെ അറിയിച്ചിട്ട്, അപ്പം ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇതേ ആഗ്രഹം ഒരുപാട് ആളുകൾക്ക് ഉണ്ടാവാം. ഇതിപ്പോൾ കാണുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ ഈ എപ്പിസോഡുകൾ കണ്ട ആളുകൾക്ക് ഇത്രയും ആഗ്രഹം ഉണ്ടെങ്കിൽ ഇത് കാണുവാനിരിക്കുന്ന ആളുകൾ ഇതിലും എത്രയോ ഇരട്ടിയായിരിക്കും. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഞങ്ങളെ പോലെ തന്നെ ഈ ഒരു മൂവ്മെൻറ്റിൻ്റെ ഭാഗമാവണം. ഈ ഒരു സ്പിരിറ്റ്, അതായത് സാക്ഷാൽ ശാസ്താവിൻ്റെ ആത്മാവ് അല്ലേ, സ്പിരിറ്റ് ഓഫ് ശാസ്ത എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പോൾ ആ സ്പിരിറ്റ് ഓഫ് ശാസ്തയ്ക്ക് വേണ്ടിയിട്ട് ആ ആത്മാവിനെ എല്ലാ ആളുകളിലേക്കും എത്തിക്കുവാനുള്ള ഒരു യജ്ഞമായി ഇതിനെ നമ്മൾ മാറ്റിയെടുക്കണം. ഇനി വരുന്ന കാലഘട്ടത്തിൽ അയ്യപ്പൻ എന്നുള്ള ആ ഒരു അവ്യക്തമായി നിൽക്കുന്ന ഒരു തത്വം, ഒരുപാട് സ്ഥലങ്ങളിൽ അറിവുകൾ ഇങ്ങനെ പല അറിവുകളായി നിൽക്കുന്ന ഒരു രൂപത്തിലേക്ക് നമ്മൾക്ക് ഒരുമിപ്പിച്ച് കൊണ്ടുവരാൻ പറ്റാത്ത ആ സത്യത്തിനെ, ആ സത്യസ്വരൂപനെ, ആ കലിയുഗ വരദനെ നമ്മൾക്ക് എല്ലാവർക്കും ചേർന്ന് ഈ പറയുന്ന ഒരു ജ്ഞാന പരമ്പരയുടെ അവസാനമാകുമ്പോഴേക്കും യഥാർത്ഥമായി നമ്മൾക്ക് എന്താണ് അയ്യപ്പൻ, ആ അസ്തിത്വം എന്നൊക്കെ നമ്മൾക്ക് പരമാവധി മനസ്സിലാക്കുവാനും അത് അടുത്ത തലമുറയ്ക്ക് കൈമാറുവാനും ശബരിമല തീർത്ഥാടനം അതിൻ്റെ ആഴത്തിൽ മനസ്സിലാക്കിക്കൊണ്ട് നിർവഹിക്കുവാനും ഒക്കെ സാധിക്കട്ടെ എന്ന് സാക്ഷാൽ സർവേശ്വരനോടും കലിയുഗവരദനായ ധർമ്മശാസ്താവിനോടും പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് നിർത്താം. നന്ദി, നമസ്കാരം. സ്വാമി ശരണമയ്യപ്പ.